मेरे प्यारे बच्चों, सबको मेरा नमस्कार। हिंदी ऑनलाइन क्लास में सबका स्वागत। हमारा पहला पाठ है पुल बनी थी माँ। पुल बनी थी माँ। पुल माने क्या है? ब्रिज, पालम। लेखक है नरेंद्र पुंडरिक। नरेंद्र पुंडरिक द्वारा लिखी हुई एक कविता है पुल बनी थी माँ। नरेंद्र पुंडरिक എഴുതിയ ഒരു കവിതയാണ് പുൽ ബനി थी മാ. जरा देखिए पहला स्टाൻസ. ആദ്യത്തെ വരികൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क. बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. पिता के बाद हम भाइयों के बीच पुल बनी थी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. एक बार फिर पहला. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क. बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. यहाँ पुल माने क्या है? एक पुल का चित्र है. पुल माने क्या है? पुल बनी थी माँ. माँ को पुल क्यों कहते हैं? पुल माने दो किनारों को आपस में जोड़ने वाली है पुल. माँ पुल के समान है. രണ്ട് തീരങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? പുൽ. ഇവിടെ അമ്മ ആ രീതിയിലൊരു പുൽ പോലെയാണ്, അതായത് ബ്രിഡ്ജ് പോലെയാണ് അമ്മ. എങ്ങനെ? മാം പരിവാർ കെ സദസ്യോं को आपस में जोड़ने वाली एक कड़ी है. അമ്മ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളെയും പരസ്പരം യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. മക്കൾ തമ്മിലെല്ലാം ചണ്ടയൊന്നും ഉണ്ടാവാതെ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കുന്ന, സോൾവ് ചെയ്യുന്ന ഒരു പാലമാണ് അമ്മ. ഹം ഭായിയോं के बीच पुल बनी थी माँ. माने हम भाइयों के बीच पुल बनी थी माँ, परिवार के हर सदस्यों को आपस में जोड़ने वाली एक कड़ी है, इसलिए माँ को क्या कही थी? पुल. पुल कही थी. जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. चुक चुक चक चक आवाज़ हम कहाँ सुनते हैं? ചുക് ചുക് ചക് ചക് എന്ന് നമ്മൾ എവിടെയാണ് കേൾക്കുന്നത്? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ? ഇവിടെ ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. യഹാം ഹരി ലാൽ ബത്തി കാ മത്ലബ് ക്യാ ഹേ? ഹരി ലാൽ ബത്തി എന്താണ്? ഇവിടെ നമുക്കൊന്ന് ചിത്രം നോക്കാം. ഹരി ബത്തി रेलगाड़ी को इजाज़त देते हैं जाने के लिए, इजाज़त देते हैं. लेकिन लाल बत्ती तो क्या कोई संदेश देता है? यहाँ मत रुको, उसी तरह का संदेश देता है. हरी बत्ती लाल बत्ती. बेटों की जीवन रूपी गाड़ी माम रूपी पुल से चलती रहती थी. മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? कैसे चलती रहती थी? ബേധടക്ക് മനെ ബേരോക് ടേക്ക്, യാതൊരു തടസ്സവും കൂടാതെ. അർത്ഥാത് ബിനാ കിസി രുക്കാവട്ട് കെ. രുക്കാവട്ട് മീൻസ് തടസ്സം. माम बेटों के लिए पुल के समान थी. क्यों? एक बार फिर देखें. क्योंकि बेटों की जीवन रूपी गाड़ी, മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ മാം രൂപി പുൽസെ ബിനാ കിസി രുക്കാവട്ട് കെ ചൽത്തി രഹത്തി തി, യാതൊരു തടസ്സവും കൂടാതെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗം നോക്കാം. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. पिता के बाद मीन्स
പിതാ മർനെ കെ ബാദ് ഹം ഭായിയോं के बीच पुल बनी. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഞങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു, ഞങ്ങളെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കണ്ണിയായിരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന അമ്മ. അച്ചാനക് നഹീം ടൂട്ടി മനെ മാം കെ ടൂട്ടനെ കോ ഉസ്കി മാനസിക സ്ഥിതി സെ ക്യാ കോയി സംബന്ധ് ഹെ. അമ്മയുടെ ടൂട്ടന മീൻസ് പൊട്ടുക. ഇവിടെ അമ്മ പൊട്ടിപ്പോയി എന്ന് പറയാൻ കാരണം എന്താ? മാനസിക രൂപത്തെ മാനസികമായി ധീരെ ധീരെ കംസോർ ഹോത്തി ഗൈ, മെല്ലെ മെല്ലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ദുർബലയായിക്കൊണ്ടിരിക്കുകയാണ്. ശരീർ പർ ബുഡാപ്പെ കാ അസർ ദിഖാനെ ലഗ, ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ഒരു എന്താ പറയുക, വാർദ്ധക്യം പ്രതിഫലിക്കുന്ന രീതിയിൽ ആയി പ്രകടമാവുകയാണ് അമ്മയുടെ ശരീരത്തിൽ. हम देखते रहे मने हम यहाँ बच्चे, हम देखते रहे और मानते रहे कि बूढ़ा रही है മാം. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി എന്ത്, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. മനെ യഹാ മാം കെ ബൂഢേ ഹോനെ കാ ലക്ഷൺ ക്യാ ക്യാത്തെ, അമ്മ വൃദ്ധയാകുന്നു, അമ്മ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ധീരെ ധീരെ ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി, അമ്മയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ മെല്ലെ പതിഞ്ഞു വന്നു. മാനസിക ഓർ ശാരീരിക രൂപസെ കംസോർ ഹോനെ ലഗി, മാനസികമായും ശാരീരികമായും ദുർബലയായിക്കൊണ്ടിരിക്കുന്നു. വോ ധീരെ ധീരെ, മെല്ലെ മെല്ലെ അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുകയാണ്, വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. മാം കോ ക്യാ ബേട്ടെ ടീക് തരഹ സെ സമജ്നെ ലഗെ, വാസ്തവത്തിൽ മക്കൾ അമ്മയെ എന്താണ് കേവൽ ദേഖ്തേ രഹേ അങ്ങനെ അർത്ഥാത് ജാനെ അഞ്ചാനെ ബേട്ടെ അപ്പനി മാം കി ഉപേക്ഷ കർണേ ലഗെ. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയെ മക്കൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുകൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആരുടെയും കെയർ കിട്ടാതെയാണ് അമ്മ വാർദ്ധക്യത്തിലേക്ക് അല്ലെങ്കിൽ ദുർബലയായിക്കൊണ്ട് ഇരിക്കുന്നത്. നമുക്ക് മൊത്തത്തിലുള്ള കവിതയുടെ ആശയം എങ്ങനെ പറയാം? മാം ഭായിയോं के बीच पुल बनी थी, पुल दो किनारों को आपस में जोड़ता है. അമ്മ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു. പാലം രണ്ട് തീരങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നു. അമ്മ പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ് മേൻ ജോഡിനെ വാലി കടി രഹി, അമ്മ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരസ്പരം യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിത്തീർന്നു. ഇസ് മാം രൂപി പുൽസെ, ഈ അമ്മയാകുന്ന പാലത്തിലൂടെ ബച്ചോं की ജിന്ദഗി രൂപി റെയിൽഗാഡി, കുട്ടികളുടെ ജീവിതമാകുന്ന തീവണ്ടി ബേരോക് ടേക്ക് ചൽത്തി രഹി, തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പിതാക്കെ ചൽ ബസ്നെ കെ ബാദ് ബി, അച്ഛൻ മരിച്ച ശേഷവും ഭായിയോं के बीच മാം പുൽ ബനി രഹി, മക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായി തന്നെ തുടർന്നു. മാം ധീരെ ധീരെ ടൂട്ടനെ ലഗി, അമ്മ മെല്ലെ മെല്ലെ ദുർബലയായിക്കൊണ്ടിരുന്നു. പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദുർബലയായിക്കൊണ്ടിരിക്കുക, അതായത് വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരുന്നു. യാനി അതായത് മാനസിക രൂപസെ, മാനസികമായി അമ്മ ധീരെ ധീരെ കംസോർ ഹോത്തി ഗെയ്, മെല്ലെ മെല്ലെ ദുർബലയായിക്കൊണ്ടിരിക്കുന്നു, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ശരീർ പർ ബുഡാപ്പെ കാ അസർ ദിക്കനെ ലഗ, അവരുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ പ്രതിഫലനം കാണപ്പെട്ടു. ഓ ശാരീരിക രൂപസെ ബി കംസോർ ഹോനെ ലഗീത്തി, ശാരീരികമായിട്ടും മാനസികമായിട്ടും അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു.